എടാ, എൻ്റെ അടുത്തൊരു കിടിലൻ ഐഡിയ ഉണ്ട്. നമുക്ക് നമ്മുടെ കൊണ്ടോട്ടിയിലെ ഹനുമാൻ കൈൻ്റെ പേരിലൊരു അമ്പലം തുടങ്ങിയാലോ. എന്നിട്ട് ഓൻ്റെ ഒരു പാട്ട് നമുക്ക് ഭക്തിഗാനായിട്ട് ഇടാം. അങ്ങനുണ്ട്. അമ്പലം മാത്രമാക്കണ്ട, നമുക്ക് ഏറാമാൻ്റെ വലിയ ഒരു കൊടിമരം ഉണ്ടാക്കാം. ഇപ്പൊ മാസത്തെ ഒരിക്കലും നമുക്ക് കണ്ടിട്ടുള്ളൂ. ഇതും കൂടി ആകുമ്പോൾ ഡെയിലി അടി വാങ്ങാം. എടാ, ഓനാകുമ്പോഴുള്ള മെച്ചം എന്താ അറിയോ? ഓൻ്റെ ഒരു പാട്ട് ഇട്ട് കഴിഞ്ഞാൽ ജൻസി പിള്ളേരൊക്കെ നല്ല വരിക്ക് വരും. നല്ല കുട്ടികളും ഉണ്ടാവും. കാണിക്ക് നല്ലോണം കിട്ടും. അല്ല, ഇത് നല്ല മോഹിനിയാട്ടം പടം കണ്ടില്ലേ? ചെറുതായിട്ട് തോന്നി. എടാ, കൂടുതലൊന്നും വേണ്ട. ഒരു ഐഫോണ്, ഒരു BMW, പിന്നെ ഒരു GT. എടാ, ഇത്ര ഉള്ളോടെ എൻ്റെ ആഗ്രഹങ്ങൾ. ഈ ഒരു 3 സാധനം ഉണ്ടായി കഴിഞ്ഞാൽ ലൈഫ് സെറ്റായി. അത് മതിക്ക്. ഓ, ചെറിയ ആഗ്രഹമാണല്ലോ, നടക്കും. അല്ല ചങ്ങ, ആലോചിച്ച് നോക്ക്. നമ്മളെ നാട്ടിൽ പണിയെടുത്തിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റും ഈ പറഞ്ഞ 17 പ്രോയും 16 പ്രോയും ഒക്കെ. വെച്ചൂല. ആ, അതൊക്കെ തന്നെ വജ്ജുള്ളൂ. സ്കില്ലുണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ നല്ല പൈസ ഉണ്ടാക്കാം. അല്ല, നിനക്കെന്ത് സ്കില്ലുണ്ടോ? അല്ല, നാലാളെ അറിയോ? ഓ, ആരായി പറയണത്? 2 കൊല്ലം സ്കില്ല് പഠിക്കാൻ പോയി, അവസാനം പ്ലേസ്മെന്റ് ഒന്നും കിട്ടാണ്ട് കരഞ്ഞ് മൂലക്ക് ഇരുന്ന നീയാ. 2 കൊല്ലമായിട്ട് നീ എൻ്റെ കൂടെ ഈ ഓവാലത്തിന്റെ വില തന്നെ അല്ലേ ഇരിക്കുന്നത്? കഴിവേറി. എന്നിട്ട് ഇപ്പൊ എന്തായി? കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നമ്മൾ ഈ ഓവാലത്തുമ്പിൽ ഇരുന്നിട്ടില്ലേ കോഡിങ് ചെയ്യുന്ന അല്ലേ? എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്. അന്ന് ഇജ്ജ് പറഞ്ഞൊരു ഡയലോഗ്. ആ സൽമാൻ ഓർമ്മല്ല എനിക്ക്? നമ്മളെ കൂടെ ഉണ്ടായിരുന്ന. മനസ്സിലായി. ഈ അന്ന് കോഡിങ് എടുത്തപ്പോൾ അന്ന് IT സോഫ്റ്റ്വെയറിന് മാത്രമേ ഡെവലപ്മെന്റ്സ് ഉള്ളൂ, അതിനെ സ്കോപ്പ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹാർഡ്വെയർ എടുത്തവനെ ഈ കളിയാക്കിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടത്. എന്നിട്ട് എന്തുണ്ടായി? ഇന്ന് ഇവിടെ ഇരിക്കണ് സൽമാനോ ഓൺ ദുഫായിൽ അറബിയുടെ വള്ളം കൈ ആയിട്ട് നടക്കും. ഗതികേട് തന്നെ. അല്ല, അന്ന് ബന്ധി പഠിച്ചിനെ മൊബൈലിൽ എന്തോ കോഴ്സില്ല പഠിച്ചിനെ. ഇവിടെ മൊബൈലിന്റെ ആണോ ലാപ്പിനാണോ എനിക്കറിയില്ല, പക്ഷെ എന്തോ ചിപ്പ് ലെവൽ സർവീസ് എഞ്ചിനീയറിംഗ് അവൻ പഠിച്ചത്. സ്കൈടെക്സ് എന്നായിരുന്നു നമ്മളെ. സ്കൈടെക്സ് അല്ലേ അവരായിരുന്നു. അന്നത്തെ കാലം 50,000 റുപ്യ സ്റ്റാർട്ടിങ് സാലറി അവന് കിട്ടിയത്. ഇപ്പം ദുബായിലാണ്. പക്ഷെ ചെക്കന് വീട് വരെ ഇപ്പോൾ പണി തുടങ്ങി. ഒരു ബെൻസ് കാറായി, iPhone 17 Pro Max ആയി. നമ്മൾ മാത്രം ഒരു ഗതിയും പരഗതിയും പിടിക്കാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. എങ്ങനെ കറക്റ്റായിട്ട് ഈയൊക്കെ എൻ്റെ ടീമിൽ തന്നെ വന്നു പെട്ടെ.